السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. سبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى، وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين. لكل دعوى نبوة بعده فغي وهوى، وهو المبعوث إلى عامة الجن وكافة الورى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന പ്രസിദ്ധമായ ഒരു യുദ്ധമായിരുന്നു ദാത്തുർ റിഖാൾ. ആ യുദ്ധത്തിൻ്റെ അന്ന് രാത്രിയിൽ സ്വഹാബത്തിൻ്റെ കാവലിനായി, യുദ്ധാർജിത സ്വത്തുക്കളുടെ കാവലിനായി, യുദ്ധോപകരണങ്ങളുടെ കാവലിനെല്ലാമായി രണ്ട് സ്വഹാബത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്തു. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവും ഉബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവുമായിരുന്നു അത്. അപ്പോൾ അവർ രണ്ടുപേരും ഒരു ധാരണയിലെത്തി. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പകുതി ഭാഗം കിടന്നുറങ്ങാനും പിന്നീട് രാത്രി പകുതി പിന്നിട്ടാൽ ഉബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു വിശ്രമിക്കാമെന്നും പറഞ്ഞ് അവരൊരു ധാരണയിലെത്തി. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ഉറക്കത്തിലേക്ക് പോയി. ഉബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലേക്ക് നിന്നു. നമസ്കാരം ആരംഭിച്ചു. മനോഹരമായ സൂറത്തുൽ കഹ്ഫ് ഓതി അദ്ദേഹം നമസ്കാരം തുടർന്നു. തൊട്ടടുത്താണ് ശത്രുക്കൾ തമ്പടിച്ചിട്ടുള്ളത്. അപ്പോൾ ശബ്ദം കേട്ട് ശത്രുക്കൾക്ക് മനസ്സിലായി ഇന്ന ഭാഗത്താണ് മുസ്ലിമീങ്ങൾ തമ്പടിച്ചിട്ടുള്ളത്. ആ ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി ശത്രു ഒന്നാമത്തെ അമ്പ് ചെയ്തു. ആ അമ്പ് ഉബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ തറച്ചു കയറി. പക്ഷെ അദ്ദേഹം പാരായണം അവസാനിപ്പിച്ചില്ല. ശത്രു രണ്ടാമത്തെ അമ്പ് ചെയ്തു. രണ്ടാമത്തെ അമ്പും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തറച്ചു കയറി. രക്തം വാർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നമസ്കാരം അവസാനിപ്പിച്ചില്ല, പാരായണം അവസാനിപ്പിച്ചില്ല. ശത്രു മൂന്നാമത്തെ അമ്പ് ചെയ്തു. തൻ്റെ ശരീരം കുഴയുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം നമസ്കാരം അവസാനിപ്പിച്ച് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ആ രംഗം കണ്ടയുടനെ അമ്മാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യം, മാ മനഅക അൻ തുഖിലനി ഫീ അവ്വലി സഹ്മിൻ റുമിയ ബിഹ്. ഉബ്ബാദെ, ഒന്നാമത്തെ അമ്പ് കൊണ്ടപ്പോൾ തന്നെ എന്നെ വിളിക്കാമായിരുന്നില്ലേ? ഒന്നാമത്തെ അമ്പ് കൊണ്ട് ശരീരത്തിൽ മുറിവായപ്പോൾ തന്നെ എന്നെ വിളിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല ഉബ്ബാദ്? അതിന് അദ്ദേഹത്തിന്റെ മറുപടി,
അമ്മാറെ കുന്തു ഫീ സൂറത്തിൻ അഖ്റഉഹ, ഞാനൊരു സൂറത്തിന്റെ പാരായണത്തിലായിരുന്നു. വഹിയ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫ് ഓതി ഞാൻ നമസ്കരിക്കുകയായിരുന്നു അമ്മാർ. ഫകരിഹ്തു അൻ അഖ്തഅഹ ഹത്താ അഫ്റഗ മിൻഹ, ആ നമസ്കാരത്തിൽ നിന്നും ആ പാരായണത്തിൽ നിന്നും അത് അവസാനിക്കുന്നതിന് മുന്നേ മുറിച്ചു കളയാൻ ഞാൻ വെറുത്തു. എന്നാൽ ഇതാ ഈ മുസ്ലിം ഉമ്മത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ മൻ സ്വറഫ്തു, ഞാൻ മരണപ്പെട്ടാലും എൻ്റെ പാരായണത്തിൽ നിന്ന് ഞാൻ പിന്തിരിയുമായിരുന്നില്ല എന്ന് പറയുന്ന ഉബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണാം. പ്രിയമുള്ളവരെ, അതായിരുന്നു സ്വഹാബത്തിന് ഖുർആനുമായുള്ള ബന്ധം. ശരീരത്തിലെ കമ്പുകൾ തറച്ചു കയറിയപ്പോഴും ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ചപ്പോഴും അവരുടെ ഹൃദയം ഖുർആനിന്റെ ആശയങ്ങളുമായി സംവദിക്കുകയായിരുന്നു. ശരീരത്തിലേറ്റ മുറിവിനേക്കാൾ വലിയ സ്വാധീനം ഖുർആൻ അവരുടെ ജീവിതത്തിൽ ചെലുത്തി എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് നമുക്കെന്താണ് ഖുർആനുമായുള്ള ബന്ധം? ഖുർആനിന്റെ ഒരു ഭാഗമായി തീർന്ന ജനത, ഖുർആനിനെ ഇത്രയധികം സ്നേഹിച്ച ഒരു ജനത, ആ ജനതയുടെ പിൻഗാമികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്താണ് ഖുർആനുമായുള്ള ബന്ധം? ഇതേറെ ഗൗരവമേറിയ ഒരു ചോദ്യമാണ്. ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും അവർ പ്രവാചകന്മാരാണ് എന്ന് തെളിയിക്കുന്നതിനായുള്ള മുഅ്ജിസത്തുകൾ, ആയാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. സൂറത്തു ത്വാഹയിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് പറയുന്നുണ്ട്. 20-ാം അധ്യായം സൂറത്തു ത്വാഹയുടെ 17 മുതൽ 22 വരെയുള്ള ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വമാ തിൽക ബിയമീനിക യാ മൂസ, മൂസ എന്താ വലത്തെ കയ്യിൽ? ഖാല ഹിയ അസായ, അതൊരു വടിയാണ്. അതവക്കഉ ബിഹാ വ അഗുശു അലൈഹാ വ അഗുശു ബിഹാ, എനിക്ക് എൻ്റെ ആടുകൾക്ക് ഇല പൊട്ടിച്ചു കൊടുക്കുവാനും അതുപോലെ ഊന്നി നടക്കുവാനുമെല്ലാം ഞാൻ ഉപയോഗിക്കുന്ന ഒരു വടിയാണത്. ശരി മൂസ, ആ വടി നിലത്തിടൂ. വടി നിലത്തിട്ടപ്പോൾ അതൊരു ഹയ്യത്തുൻ തസ്ആ, ഇഴയുന്ന പാമ്പായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് തിരിച്ചെടുത്തപ്പോൾ വീണ്ടും വടിയായി മാറി. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായിരുന്നു. 38-ാം അധ്യായം സൂറത്തു സ്വാദിന്റെ 18-ാമത്തെ ആയത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് പറയുന്നുണ്ട്. ഇന്നാ സഖർനാ മഅഹുൽ ജിബാൽ യുസബ്ബിഹ്ന ബിൽ അശിയ്യി വൽ ഇശ്റാഖ്, രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് ചൊല്ലുന്ന രൂപത്തിൽ പർവ്വതങ്ങളെ നാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. എന്നാൽ ഈ പ്രവാചകന്മാരെല്ലാം വഫാത്താകുന്നതോടുകൂടി അവരുടെ മുഅ്ജിസത്തുകളും നശിച്ചുപോയി. എന്നാൽ ലോകാവസാനം വരെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന, ലോകാവസാനം വരെ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ലോകാവസാനം വരെ മനുഷ്യനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധ ഖുർആനാണ്. അത് സ്വഹാബത്ത് തിരിച്ചറിഞ്ഞു. അന്ന് ജീവിച്ചിരുന്ന മുഴുവൻ മുശ്രിക്കീങ്ങളും തിരിച്ചറിഞ്ഞു. അവർ ഖുർആനിന് മുന്നിൽ മുട്ടുകുത്തി എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലെ, ഖുർആൻ വെല്ലുവിളിച്ചില്ല അവരെ. 17-ാം അധ്യായം സൂറത്തു ഇസ്രാഇന്റെ 88-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം വെല്ലുവിളിച്ചു. ഖുൽ ഇനിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അയ്യതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅ്ളുഹും ലിബഅ്ളിൻ ലഹീറ, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും, അവർ പരസ്പരം സഹായിച്ചാലും, മനുഷ്യന്മാരും ജിന്നുകളും എല്ലാവരും പരസ്പരം സഹായിച്ചാലും ദാ ഈ ഖുർആൻ പോലുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയില്ല. ആ വെല്ലുവിളിക്ക് മുന്നിൽ അവർ മുട്ടുകുത്തി. അള്ളാഹു രണ്ടാമത് വെല്ലുവിളിച്ചു. 11-ാം അധ്യായത്തിൽ സൂറത്ത് ഹൂദിന്റെ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅ്തു ബി അശ്രി സുവരിൻ മിൻ മിസ്ലിഹി, എങ്കിൽ അതിലെ ഒരു 10 സൂറത്ത് പോലുള്ള ഒരു 10 സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവാ. ആ വെല്ലുവിളിക്ക് മുന്നിലും അവർ മുട്ടുകുത്തി. അവസാനം സൂറത്തുൽ ബഖറയുടെ 23-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വെല്ലുവിളിച്ചു, ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, എങ്കിൽ ഖുർആനിലെ ഒരു സൂറത്തിന് തുല്യമായ, ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസറിനെ പോലുള്ള, സൂറത്തുൽ കൗസറിന്റെ മൂല്യമുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവാ. അതിനും അവർക്ക് സാധിച്ചില്ല.
നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഖുർആൻ ആരെയാണ് വെല്ലുവിളിച്ചത്? ഈ കാലഘട്ടത്തിൽ ചില വിഡ്ഢികളായ നിരീശ്വരവാദികൾ അറബി അറിയാതെ, ഖുർആനിന്റെ സാഹിത്യം അറിയാതെ ഖുർആനിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന നിരീശ്വരവാദികളെ പോലുള്ളവരെയല്ല ഖുർആൻ വെല്ലുവിളിച്ചത്. അറബി സാഹിത്യം അതിൻ്റെ ഉത്തുംഗതയിൽ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ അറബി സാഹിത്യ തറവാട്ടിലെ തമ്പ്രാക്കന്മാരെ അന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ ഖുർആന്റെ വെല്ലുവിളി ഇന്നും ഉയർന്നു നിൽക്കുകയാണ്. അസ്മാഇ അറിയപ്പെട്ട ഭാഷാ പണ്ഡിതനാണ്. അസ്മാഇയുടെ ചരിത്രത്തിൽ കാണാം, അസ്മാഇ ഒരിക്കലും ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂറത്തുൽ മാഇദയിൽ ആയത്തോതാണ്, കട്ടെടുത്താണാകട്ടെ മോഷ്ടിച്ച പെണ്ണാകട്ടെ അവരുടെ കൈകൾ കൊത്തണം. ആയത്തോതിയിട്ട് അവസാനം അദ്ദേഹം ഓതി, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. സദസ്സിലിരിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ എഴുന്നേറ്റ് ചോദിക്കാണ്, അസ്മാഇ നീ ഓതിയത് എന്താണ്? ഇത് കലാമുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. അല്ല അസ്മാഇ, നീ ഓതിയത് അള്ളാഹുവിന്റെ ഗ്രന്ഥമല്ല. അസ്മാഇയുടെ ചോദ്യം, നിനക്ക് ഖുർആൻ ഹിഫ്ളുണ്ടോ? നീ ഹാഫിളാണോ? അല്ല അസ്മാഇ, ഞാൻ ഹാഫിളല്ല. ശരി, ഞാൻ ഓതിയ സൂറത്തുൽ മാഇദ നിനക്ക് ഹിഫ്ളുണ്ടോ? ഇല്ല അസ്മാഇ, മാഇദയും എനിക്ക് ഹിഫ്ളില്ല. പിന്നെ നീ എങ്ങനെ പറയും ഞാൻ ഓതിയത് തെറ്റാണ് എന്ന്? അയാൾ പറഞ്ഞു, അസ്മാഇ നീ പരിശോധിക്ക്, നീ ഖുർആൻ തുറന്ന് പരിശോധിക്ക്. അസ്മാഇ ചെന്ന് പരിശോധിച്ചപ്പോൾ ഗഫൂർ റഹീം എന്നതിന് പകരം അസീസുൻ ഹക്കീം എന്നാണ്. അസ്മാഇ തിരിച്ചു വന്ന് ചോദിച്ചു, നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ ഓതിയത് തെറ്റാണ് എന്ന്? അയാളുടെ മറുപടി, അസ്മാഇ, ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു ഒരു ശിക്ഷാ നടപടിയാണ് പറഞ്ഞത്. ശിക്ഷാ നടപടിയെക്കുറിച്ച് പറഞ്ഞാൽ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അവന് ഗഫൂറാണ് എന്നല്ല പറയുക, ആ ശിക്ഷാ നടപടി കൊണ്ടുവന്നതിലെ പിന്നിലുള്ള അവന്റെ ഹിക്മത്തിനെ കുറിച്ചാണ്, അവന്റെ പ്രതാപത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. പ്രിയമുള്ളവരെ, ഖുർആനിന്റെ ലഫ്ളുകളിൽ പോലും അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഗ്രന്ഥമാണത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം, ഈ ഖുർആൻ നമ്മളെ എങ്ങനെ സ്വാധീനിച്ചു എന്നതാണ്. ഖുർആനിൽ ഒരു ആയത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച്, ഈ ആയത്ത് ഓതിയിട്ടാണ് എൻ്റെ കണ്ണ് നനഞ്ഞത് എന്ന് പറയാൻ നമുക്കൊരായത്തുണ്ടോ? ഈ ആയത്ത് ഓതിയിട്ടാണ് ഇന്ന നന്മ ഞാൻ പ്രാവർത്തികമാക്കി തുടങ്ങിയത് എന്ന് പറയാൻ നമുക്കൊരായത്തുണ്ടോ? ഇന്ന ആയത്ത് ഓതിയിട്ടാണ് ഇന്ന തിന്മ ഞാൻ ഉപേക്ഷിച്ചത് എന്ന് പറയാൻ നമുക്കൊരായത്തുണ്ടോ? പരിശുദ്ധ ഖുർആനിൽ 6000 ചില്ലാനം വചനങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് നമ്മുടേതായ ഒരായത്ത് പോലും ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര ദൗർഭാഗ്യവാന്മാരാണ്. സലഫുകൾക്ക് പറയാനുണ്ടായിരുന്നു അവരുടേതായ ഒരുപാട് ആയത്തുകൾ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് ഒരു സ്വഹാബി ഇങ്ങനെ ഖുർആൻ ഓതാണ്. അവിടെ നിന്നു ഖുർആൻ പാരായണം ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. അത് സ്വഹാബത്തിന്റെ പ്രത്യേകതയാണ്. ഉപദേശങ്ങൾ കേട്ടാൽ, ഖുർആൻ കേട്ടാൽ വജിലത്ത് മിനഹൽ ഖുലൂബ് വദറഫത്ത് മിനഹൽ ഉയൂൻ, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങാൻ തുടങ്ങും. സ്വഹാബി സൂറത്തു തൂറാണ് ഓതുന്നത്. സ്വഹാബി ഓതി ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ആയത്തോതിയപ്പോൾ സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ ഉമറിനെ നോക്കി. ഉമറിന്റെ മുഖം ചുവക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഉമറിന്റെ രൂപം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരായത്ത് കേട്ട് ഒരു മാസക്കാലത്തോളം ഉമർ എന്ന സ്വഹാബി രോഗിയായി കിടന്നു എന്ന് സ്വഹാബത്ത് പറയുന്നത് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവർ, ആരാണ് ഉമർ? മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ വികാരമായ കൊത്തിവെച്ച നാമമാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉമർ പ്രവേശിക്കുന്ന വഴിയിലേക്ക് പിശാച് പ്രവേശിക്കുകയില്ല. അത്രയേറെ ഈമാനികമായ കരുത്തുണ്ടായിരുന്ന സ്വഹാബിയാണ്. ലൗ കാന ബഅദീ നബിയ്യുൻ ലകാന ഉമർ, എനിക്ക് ശേഷമെങ്ങാനും ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമർ ആകുമായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അത്രയേറെ ഫളായിലുകളുള്ള സ്വഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പ്രവാചകൻ പറയാണ്, ഫറഅയ്തു ഖസ്റൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ ഒരു കൊട്ടാരം ഞാൻ അവിടെ കണ്ടു. അതിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അത് ആരുടേതാണ് എന്ന് ഞാൻ ചോദിച്ചു. മലക്കുകൾ പറഞ്ഞു, ലിശാബിൻ മിൻ ഖുറൈശ്, അത് ഖുറൈശികളിലെ ഒരു യുവാവിനുള്ളതാണ്. ലി ഉമർ ഇബ്നുൽ ഖത്താബ്, അത് ഖത്താബിന്റെ മകൻ ഉമറിനുള്ളതാണ്. ആ മഹാനായ സ്വഹാബി ഒരു ആയത്ത് കേട്ടതിൻ്റെ പേരിൽ ഒരു മാസക്കാലത്തോളം രോഗിയായി എങ്കിൽ
പ്രിയമുള്ളവരെ, നമുക്ക് എന്താണ് ഖുർആനുമായുള്ള ബന്ധം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് പള്ളിയിലേക്ക് പോകാൻ സാധിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലാണ്. പ്രവാചകന് വുളു എടുക്കും, ഇശാഇന് വേണ്ടി വുളു എടുക്കും, ബോധം കെട്ടു വീഴും. ആയിഷ, ജനങ്ങൾ നമസ്കരിച്ചോ? ഇല്ല റസൂലേ, ഹും യന്തളിറൂനക്, അവർ താങ്കളെ കാത്തിരിക്കുകയാണ്. വീണ്ടും വുളു എടുക്കും, വീണ്ടും ബോധരഹിതനാവും. ഇത് ആവർത്തിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മുറു അബാബക്രിൻ അയ്യുസല്ലിയ ബിന്നാസ്, എങ്കിൽ ആയിഷ ജനങ്ങളോട് പറ, അബൂബക്കറിനോട് പറ ജനങ്ങൾക്ക് ഇമാമ് നമസ്കരിക്കാൻ. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലേ, എൻ്റെ ഉപ്പാനെ ഇമാമ് നിർത്തരുത്. എൻ്റെ ഉപ്പ ഇമാമ് നിർത്തിയാൽ, എൻ്റെ ഉപ്പ ഇമാമ് നിന്നാൽ ഖുർആൻ ഓതിയാൽ ഉപ്പ കരയാൻ തുടങ്ങും. ഉപ്പയുടെ ഖുർആൻ പാരായണം കരച്ചിൽ കാരണം കേൾക്കുകയില്ല റസൂലേ, അതുകൊണ്ട് ഉപ്പയെ ഇമാമ് നിർത്തരുത്. ആരെ കുറിച്ചാണ് പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് പറഞ്ഞില്ലേ, വഫാത്തിന്റെ തൊട്ടു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങൾക്ക് മുമ്പ് സ്വഹാബത്തിന് ഉപദേശം നൽകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മദീന പള്ളിയിൽ ചെറിയ ചെറിയ വാതിലുകൾ ഉണ്ടായിരുന്നു, ഇനി നിങ്ങൾ എല്ലാ വാതിലുകളും അടക്കണം, ഇല്ലാ ഹൗഖത അബൂബക്കർ, അബൂബക്കറിന്റെ വാതിൽ മാത്രം അടക്കരുത്. ഞാൻ ആരെങ്കിലും ഉറ്റ സുഹൃത്തായി തിരഞ്ഞെടുക്കുമായിരുന്നുവെങ്കിൽ അബൂബക്കറിനെ ഉറ്റ സുഹൃത്തായി തിരഞ്ഞെടുക്കുമായിരുന്നുവെന്ന് റസൂലുള്ളാഹി പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വവാസാനി ബിനഫ്സിഹി വമാലിഹി ഫഹൽ താരികൂ ലി സാഹിബി, എന്റെ അബൂബക്കറിനെ ഉപദ്രവിക്കാതെ നിങ്ങൾക്കൊന്ന് വിട്ടുകൂടെ എന്ന് റസൂലുള്ളാഹി ചോദിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, പ്രിയമുള്ളവർ, അവർക്കെല്ലാം പറയാൻ ഒരുപാട് ആയത്തുകൾ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടേതായ ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ടോ? ഇത് വളരെയേറെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? ഖുർആനിന്റെ ആശയങ്ങളെ കുറിച്ച്, ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലുന്നില്ലേ? ഖുർആനിന്റെ ആശയങ്ങളെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ റമളാനിൽ നമുക്ക് അള്ളാഹുവിനോട് പറയാൻ സാധിക്കണം, ഇല്ല റബ്ബേ, എന്റെ ഹൃദയങ്ങൾക്ക് നിന്റെ ഖുർആനിന് മുന്നിൽ ഞാൻ പൂട്ടിട്ടിട്ടില്ല. എന്റെ കണ്ണുകൾ നിന്റെ ഖുർആനിന് മുന്നിൽ ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. എന്റെ കാതുകൾ നിന്റെ ഖുർആനിന് മുന്നിൽ ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. എന്റെ ഹൃദയം നിന്റെ ഖുർആനിന് മുന്നിൽ ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് നമുക്ക് പറയാൻ സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ ഖുർആനുമായുള്ള ബാധ്യതകൾ നമ്മൾ നിറവേറ്റണം. പ്രധാനമായും 4 ബാധ്യതകൾ നമുക്ക് ഖുർആനുമായുണ്ട്. പ്രധാനമായും 4 ബാധ്യതകൾ, ഒരുപാട് ബാധ്യതകളുണ്ട്. ഇതിൽ പ്രധാനമായും 4 ബാധ്യതകൾ ഖുർആനുമായി നിറവേറ്റിയാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിനോട് അങ്ങനെ പറയാൻ സാധിക്കൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഖുർആന്റെ പാരായണമാണ്. കേവല പാരായണം, അർത്ഥമറിയാതെ ആശയമറിയാതെയുള്ള കേവല പാരായണത്തിന് പോലും പ്രതിഫലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, അലിഫ് ലാം മീം, അലിഫിന് 10, ലാമിന് 10, മീമിന് 10, 30 കൂലിയുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ തന്നെ എത്ര പ്രതിഫലമാണ്! സൂറത്തുൽ ബഖറ ഓതുമ്പോൾ എത്ര പ്രതിഫലമാണ്! ഒരു ഖത്തം മുഴുവൻ ഓതി തീർക്കുമ്പോൾ എത്ര പ്രതിഫലമാണ്! കേവല പാരായണത്തിന് പോലും പ്രതിഫലമുണ്ട്. കാരണം ഇത് അല്ലാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായ ഒരു വാക്ക് പോലും, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതായ ഒരു ഘടന പോലും പരിശുദ്ധ ഖുർആനിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين فما منكم من احد عنه حاجزين. പ്രവാചകരെ, താങ്കളുടേതായ എന്തെങ്കിലും ഒരു ഘടന, എന്തെങ്കിലും ഒരു രൂപത്തിലുള്ള മാറ്റത്തിരുത്തലുകൾ പരിശുദ്ധ ഖുർആനിൽ വരുത്തിയാൽ വലത്തെ കൈകൊണ്ട് നാം പിടിക്കും, ജീവനാടി മുറിച്ചു കളയും. താങ്കൾ രക്ഷിക്കുവാൻ ആ സമയത്ത് ആരും ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് തരുന്ന ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥം,
കേവല പാരായണത്തിന് പോലും പ്രതിഫലം. നമ്മളിങ്ങനെ നമ്മളെ ബിസിനസ് രാത്രി ഉറക്കൊഴിച്ച് ഭക്ഷണം മാറ്റിവെച്ച് നമ്മൾ ക്ഷീണമൊക്കെ മാറ്റിവെച്ച് നമ്മളിങ്ങനെ ബിസിനസ്സൊക്കെ പ്ലാൻ ചെയ്യും. എങ്ങനെ പ്ലാൻ ചെയ്ത് അവസാനം നോക്കുമ്പോൾ മാസാവസാനം നോക്കുമ്പോൾ നഷ്ടേകരം. എന്നാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. ഖുർആൻ ഓതുന്ന ആളുകൾ, നമസ്കരിക്കുന്ന ആളുകൾ, രഹസ്യത്തിലും പരസ്യത്തിലും സ്വതക്ക നൽകുന്ന ആളുകൾ, യർജൂന തിജാറത്തൻ ലൻ തബൂർ, അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. നഷ്ടം ഉണ്ടാവില്ല. നമ്മൾ എത്ര ഓതിയോ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമുക്കത് നൽകിയിരിക്കും. നഷ്ടമില്ലാത്ത കച്ചവടമാണ്. സലഫുകളുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ റമളാനിൽ 5 ദിവസങ്ങൾ കൂടുമ്പോൾ ഖത്ം തീർത്തിരുന്നവർ, 4 ദിവസങ്ങൾ കൂടുമ്പോൾ, 3 ദിവസങ്ങൾ കൂടുമ്പോൾ, 2 ദിവസം കൂടുമ്പോൾ ഓരോ ദിവസവും ഖത്ം തീർത്തിരുന്നവർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ വായിച്ചത് ഒരു ദിവസം 8 ഖത്മുകൾ അദ്ദേഹം തീർക്കുമായിരുന്നു എന്നാണ്. നമുക്ക് ചിലപ്പോൾ തോന്നും ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? പ്രിയമുള്ളവരെ, ഇവർക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. റമളാനിൽ ഇവരുടെ പണി ഖുർആൻ പാരായണമായിരുന്നു. 11 മാസം കച്ചവടത്തിന് നൽകിയില്ലേ? 11 മാസം ദുനിയാവിന് നൽകിയില്ലേ? 11 മാസം ദുനിയാവിന്റെ തിരക്കുകൾക്ക് നൽകിയില്ലേ? റമളാൻ അവർ പരിശുദ്ധ ഖുർആനിന് നൽകി. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ റമളാനിൽ 60 ഖത്മുകൾ തീർക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അപ്പൊ ഖുർആന്റെ കേവല പാരായണം ഖുർആനോട് നമുക്കുള്ള ഒന്നാമത്തെ ബാധ്യതയാണ്. രണ്ടാമത്തെ ബാധ്യത ഖുർആന്റെ ഹിഫ്ള് പഠനമാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുക. ഇപ്പം നമ്മളിങ്ങനെ ചിന്തിക്കും, 55 കഴിഞ്ഞു, 60 കഴിഞ്ഞു, റിട്ടയർഡ് ആവാനായി, ഇനിയിപ്പോൾ ഹിഫ്ള് പഠിക്കാൻ, ഇനിയിപ്പോൾ തലയിൽ കയറൊന്നുമില്ല. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറങ്ങിയത് എത്രാമത്തെ വയസ്സിലാണ്? 40-ാമത്തെ വയസ്സിലല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിഫ്ളാക്കിയില്ലേ? സ്വഹാബത്ത് ഹിഫ്ളാക്കിയില്ലേ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എളുപ്പമാക്കിയിട്ടുണ്ട്, ചിന്തിക്കുന്നവരാരുണ്ട്. അതുകൊണ്ട് നമ്മൾ നിത്യമായി ഓതുന്ന ചില സൂറത്തുകൾ, സൂറത്തുൽ മുൽക്ക് പോലുള്ള നിത്യമായി ഓതുന്ന ആയത്തുകൾ, അതുപോലെ അമ്മ ജുസയിലെ ചെറിയ ചെറിയ സൂറത്തുകൾ, ഇങ്ങനെ നമുക്ക് ഹിഫ്ളാക്കാൻ കഴിയുന്ന ചില സൂറത്തുകൾ, ആയത്തുകൾ, ഇതെല്ലാം ഈ റമളാനിൽ ഹിഫ്ളാക്കുമെന്നൊരു നിയ്യത്ത് നമ്മൾ വെക്കണം. ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഈ അടുത്ത് ആദർശം സ്വീകരിച്ചു വന്ന 2 ആളുകൾ, ഒരാൾ 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, ഒരാൾ 55 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആദർശം സ്വീകരിച്ചു വന്നപ്പോൾ അവർക്കൊരാഗ്രഹം, ഖുർആൻ ഒന്ന് വായിക്കണം. 50 കൊല്ലം 60 കൊല്ലം ഖുർആൻ പഠിക്കാൻ പറ്റിയില്ല, ഇനി ഖുർആൻ ഒന്ന് വായിക്കണം. അപ്പോൾ ആ നാട്ടിലൊരു കാരണവർ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചുതരാം, അമാനുമകളുടെ തഫ്സീർ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം. അങ്ങനെ ഞാൻ ചെന്ന സമയത്ത് അവർ 40ഓളം സൂറത്തുകൾ ആശയം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആയത്തുകൾ, ഒരുപാട് സൂറത്തുകൾ ഹിഫ്ളാക്കി. പ്രിയമുള്ളവരെ, നമുക്ക് പറ്റുന്ന ചെറിയ സൂറത്തുകൾ, ചെറിയ ചെറിയ ആയത്തുകൾ, അതെല്ലാം ഈ റമളാനിൽ പഠിക്കും, ഹിഫ്ളാക്കും എന്നൊരു നിയ്യത്ത് നമ്മൾ വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം ഒരായത്ത് അധികം പഠിച്ചാൽ സ്വർഗത്തിൽ ഒരു ദറജ നമുക്ക് അധികം കയറാം. എത്രത്തോളം ഹിഫ്ളുണ്ടോ അത്രത്തോളം സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക് കയറി പോകാം. ഖുർആനുമായുള്ള രണ്ടാമത്തെ ബാധ്യത ഖുർആന്റെ ഹിഫ്ള് പഠനമാണ്. ഖുർആനുമായുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട ബാധ്യത ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിക്കലാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചത് വെറുതെ ഓതാനോ ഹിഫ്ളാക്കാനോ വേണ്ടി മാത്രമല്ലോ. ഖുർആന്റെ അവതരണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്, അതിൻ്റെ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കാനാണ്. ഖുർആന് സുന്ദരമായ അർത്ഥതലങ്ങളുണ്ട്, മനോഹരമായ ആശയതലങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിങ്ങനെ ഈ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മളവിടെ വീണു, നമുക്ക് നീക്കാൻ വയ്ക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്ന് നമ്മളെ നീപ്പിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ആവശ്യമായ ശുശ്രൂഷകളൊക്കെ ചെയ്തു തന്നു. നമ്മൾ അയാളോട് താങ്ക്സ് പറയും, നന്ദി പറയും. പിന്നെ വലിയ ഉപകാരമുണ്ട്, ഞാൻ അവിടെ വീണിട്ട് നീക്കാൻ വയ്ക്കാതെ ആകെ ഇടങ്ങറായി കിടക്കുകയായിരുന്നു, നമുക്ക് ഇനിയും കാണണട്ടോ, ഇനി നമുക്ക് ബന്ധം പുലർത്തണട്ടോ. നമ്മൾ വലിയ ലോക്യം പുലർത്തും. ആകെ അയാൾ എന്താ ചെയ്തോളൂ, നമ്മൾ വീണ് നീക്കാൻ വയ്ക്കാതായപ്പോൾ നമ്മളൊന്ന് വീട്ടിലേക്ക് ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ്. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ, എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖ്നിൻ വഫീ അൻഫുസികും
അഫലാ തുബ്സിറൂൻ, ശരീരത്തിൽ തന്നെ അത്ഭുതങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമ്മുടെ തലച്ചോറ് ആകെ 1.5 കിലോഗ്രാം വെയിറ്റ് ആണ് ഈ തലച്ചോറ്. വെള്ളിയാഴ്ച ഇങ്ങനെ 1.5 കിലോഗ്രാമിന്റെ ഇറച്ചിപ്പൊതി കൊണ്ടുപോകുമ്പോൾ എത്ര വെയിറ്റ് ഉണ്ടാവും? അത്ര ഉള്ളൂ നമ്മുടെ തലച്ചോറിന്റെ വെയിറ്റ്. 14-16 സെന്റിമീറ്റർ വ്യാപ്തി. ആ തലച്ചോറ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ? 15 വാട്ട്സ് വൈദ്യുതി ഒരു ദിവസം തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു ബൾബ് കത്താൻ ആവശ്യമായ വെളിച്ചം, ഇലക്ട്രിസിറ്റി. നമുക്ക് എപ്പോഴേലും ഷോക്ക് അടിച്ചുക്കണം. ഒരു സെക്കൻഡിൽ 1,00,000 സംവേദനങ്ങൾ തലച്ചോറിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡിൽ 1,00,000. ഒരു എക്സ്പ്രസ് ഹൈവേയിൽ സഞ്ചരിക്കുന്ന വാഹനത്തേക്കാൾ വേഗതയാണ്. നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഇരിക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യം കണ്ണിമ വെട്ടി? തലച്ചോറിന്റെ പ്രവർത്തനമാണ്. രക്തപ്രവാഹം, ഇതൊക്കെ തലച്ചോറ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കൈവച്ചാൽ ലബ്ഡബ് ലബ്ഡബ് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുക. അതെന്താ? നമ്മുടെ ഹൃദയത്തിന്റെ ശബ്ദമാണ്. എന്താണ് ആ ശബ്ദം? ഒന്നാമത്തെ ശബ്ദത്തിൽ ശരീരത്തിന്റെ മുഴുവൻ ഭാഗത്തും, ഈ നഖത്തിന്റെ ടിപ്പിൽ നിന്ന് പോലും ശരീരം ചീത്ത രക്തം ഹൃദയം ശേഖരിച്ച് അവിടെ വെച്ചുകൊണ്ട് പ്യൂരിഫിക്കേഷൻ നടത്തി അടുത്ത ശബ്ദത്തിൽ ഹൃദയം അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പാസ് ചെയ്യും. ഇതിന് ഹൃദയത്തിന് ആവശ്യമായ സമയം 0.8 സെക്കൻഡാണ്. അല്ലാഹു അക്ബർ. കണ്ണിമ പൊട്ടണമെങ്കിൽ 1 സെക്കൻഡ് വേണം. 0.8 സെക്കൻഡ്. നമ്മുടെ രക്തക്കുഴൽ മുഴുവൻ നിർത്തിവെച്ചാൽ ലോകം മുഴുവൻ 3 തവണ സഞ്ചരിക്കാനുള്ള ദൂരമുണ്ട് എന്നാണ്. ഇതെല്ലാം നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സംസാരമാണ് പരിശുദ്ധ ഖുർആൻ. നമുക്ക് ഭക്ഷണം നൽകിയ, നമുക്ക് വെള്ളം നൽകിയ, നമുക്ക് വായു നൽകിയ, നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള കലാമാണ് പരിശുദ്ധ ഖുർആൻ. എന്താ അള്ളാഹ്ക്ക് എന്നോട് പറയാനുള്ളത് എന്നൊന്ന് കേൾക്കുവാൻ പ്രിയമുള്ളവരെ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? എൻ്റെ റബ്ബിന് എന്നോട് എന്താ പറയാനുള്ളത് ഇതൊക്കെ ഒന്ന് അറിയണമല്ലോ. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സലഫുകൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് അള്ളാഹുവിനോട് സംസാരിക്കാൻ തോന്നിയാൽ ഞങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കും. അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് നമസ്കാരം. അള്ളാഹുവിൻ്റെ സംസാരം ഞങ്ങൾക്ക് കേൾക്കണമെന്ന് തോന്നിയാൽ ഖുർആൻ തുറന്നു വെച്ച് ഞങ്ങൾ വായിക്കും. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. പ്രിയമുള്ളവർ, എൻ്റെ റബ്ബിന് എന്താണ് എന്നോട് പറയാനുള്ളത്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ് മുതൽ മിനൽ ജിന്നത്തി വന്നാസ് വരെ എൻ്റെ റബ്ബിന് എന്നോട് എന്ത് പറയാനുണ്ട്? ഒന്ന് വായിച്ചു നോക്കണമല്ലോ, അർത്ഥസഹിതം ഒന്ന് മനസ്സിലാക്കണമല്ലോ എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ റമളാനിൽ അതിന് ഒരു സമയം നമ്മൾ മാറ്റിവെക്കണം. നമ്മൾ എല്ലാ ദിവസവും കടന്നുറങ്ങാൻ നേരത്ത് നമ്മൾ ചെല്ലുന്ന സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ ഇഖ്ലാസ്, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയോ? 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ഈ ആയത്തോതിയാൽ അവന് സ്വർഗപ്രവേശനത്തിനുള്ള തടസ്സം മരണം മാത്രമാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ആയത്തുൽ കുർസിയുടെ അർത്ഥം പറഞ്ഞാൽ നമുക്കറിയോ? എല്ലാ രാത്രിയിലും ഉറങ്ങാൻ നേരത്ത് ഈ 2 ആയത്തുകൾ ഓതിയാൽ കഫത്താഹു, അവനത് മതി എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ആമന റസൂലിന്റെ അർത്ഥം പറഞ്ഞാൽ നമുക്കറിയുമോ? പ്രിയമുള്ളവരെ, നമ്മൾ എങ്ങനെ ഖബറിൽ രക്ഷപ്പെടും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ 3 ചോദ്യമാണ്. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? നിന്റെ ദീൻ ഏതാണ്? നിന്നിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ഇതിന് 3നും ഒരു വിശ്വാസി ഉത്തരം പറഞ്ഞാൽ 4മതൊരു ചോദ്യമുണ്ട്. വമാ യുദ്രീക, അല്ലെങ്കിൽ വമാ ഇൽമുക, നിന്റെ അറിവ് എന്താണ്? ഇതെല്ലാം നീ എങ്ങനെ മനസ്സിലാക്കി? ഒരു വിശ്വാസി ഉത്തരം പറയുന്നതാണ് ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം വായിച്ചു. വആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചു. വസദ്ദഖ്തു, ഞാൻ അതിനെ സത്യപ്പെടുത്തി. ഖുർആൻ അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത, ഖുർആൻ റസൂലിനെ മനസ്സിലാക്കാത്ത, ഖുർആൻ ദീന് മനസ്സിലാക്കാത്ത, ഖുർആന്റെ ആശയങ്ങളൊന്നും മനസ്സിലാക്കാത്ത ഒരു മനുഷ്യൻ എങ്ങനെ പറയും ഞാൻ ഖുർആൻ അള്ളാഹുവിനെ പഠിച്ചു, ഞാൻ ഖുർആൻ ദീന് പഠിച്ചു, ഞാൻ ഖുർആൻ റസൂലിനെ പഠിച്ചു? എങ്ങനെ പറയാൻ സാധിക്കും? 2മതൊരു വിഭാഗം മുശ്രിക്കീങ്ങളാണ്, അവരുത്തരം പറയുകയില്ല. 3മത്തൊരു വിഭാഗം ഖബറിലുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, അവരും ഉത്തരം പറയും റബ്ബല്ലാഹു ആണ്, ദീന് ഇസ്ലാമാണ്, മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ എന്ന് അവരും ഉത്തരം പറയും. എന്നാൽ 4മത്തെ ചോദ്യം, ഇത് എവിടുന്ന് പഠിച്ചു? അതിനവർ പറയും അത് ഞങ്ങൾക്കറിയില്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടതാണ്. ചില പ്രസംഗങ്ങളിൽ നിന്ന് കേട്ടു, ചില മിമ്പറുകളിൽ നിന്ന് കേട്ടു, ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടു, അതല്ലാതെ ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരും കുഫാറുകളിൽപ്പെട്ട മുനാഫിഖീങ്ങളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ പഠിക്കാതെ നമ്മൾ എങ്ങനെ ഖബറിൽ രക്ഷപ്പെടും?
നമുക്കിപ്പോൾ ഒരാളൊരു പുസ്തകം കണ്ട് പറയുകയാണ്, ഈ പുസ്തകം ചെന്ന് വായിച്ചു നോക്ക്, ഇത് വായിച്ചാൽ ഇതിലൊരു സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇജ്ജ് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്വത്തും പവിഴവും കോടിക്കണക്കിന് പൈസയും കൊട്ടാരം ഒക്കെ ഉണ്ട്. നമ്മൾ തുറന്നു നോക്കുമ്പോൾ അറിയാത്ത ഭാഷയാണ്. ഇതറിയാത്ത ഭാഷയാണ് നമ്മൾ വിളിച്ചറിയോ? ഒരിക്കലും ഇല്ല. നമ്മൾ ആ ഭാഷ പഠിച്ച് നമ്മൾ ആ പുസ്തകം ഫുള്ള് വായിക്കും, അല്ലെങ്കിൽ ആ ഭാഷ അറിയുന്ന ആളെടുത്ത് പോയിട്ട് ആ പുസ്തകം വായിപ്പിക്കും. പ്രിയമുള്ളവരെ, ഇതിനേക്കാൾ വലുതാണ് പരിശുദ്ധ ഖുർആൻ. സ്വർഗത്തിലേക്കുള്ള പാത ഏതാ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പാത ഏതാ? പ്രവാചകന്മാരുടെ ത്വരീഖ് ഏതാ? എല്ലാം പഠിപ്പിച്ചു തരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. തുറന്നു നോക്കിയപ്പോൾ അറിയാത്ത ഭാഷയാണ്. എന്നാൽ ആ ഭാഷ പഠിച്ച് ഖുർആന്റെ അർത്ഥം പഠിക്കാൻ നമ്മൾ ശ്രമിച്ചോ? അതല്ല, ആ ഭാഷ അറിയുന്ന ഒരാളുടെ അടുത്തിരുന്ന് ഖുർആൻ ഒന്ന് മുഴുവൻ വായിച്ചു പഠിക്കുവാൻ നമ്മൾ ശ്രമിച്ചോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ റമളാനിൽ നമ്മളൊരു തീരുമാനം എടുക്കണം. ഖുർആൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽ മിനൽ ജിന്നത്തി വന്നാസ് വരെ ഒരു തവണയെങ്കിലും എൻ്റെ റബ്ബിന് എന്നോട് എന്ത് പറയാൻ എടുക്കൊന്ന് കേൾക്കണം, ഞാനൊന്ന് വായിക്കും എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം. അവസാനമായി ഖുർആനോട് നമുക്കുള്ള 4ാമത്തെ ബാധ്യത ഖുർആന്റെ ആശയങ്ങൾ ജീവിതത്തിലേക്ക് ചേർക്കലാണ്. ഖുർആൻ ഓതണം, ഖുർആൻ ഹിഫ്ളാക്കണം, ആശയങ്ങൾ മനസ്സിലാക്കണം, ഖുർആനിൻ്റെ ആശയങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. സ്വഹാബത്തിലേക്ക് ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവരുടെ ജീവിതം ഇങ്ങനെ പരിവർത്തിക്കപ്പെടുകയാണ്. ഏതാണ് ആ സമൂഹം? നമുക്കറിയാം, ജാഹിലിയ കാലഘട്ടം ഇരുട്ട് നിറഞ്ഞ സമൂഹമാണ്, ഇരുട്ട് നിറഞ്ഞ കാലഘട്ടമാണ്. അവർ കട്ടിയിലിങ്ങനെ മീശ വെക്കുന്നതാണ്. അതെന്തിനാ? കള്ള് കുടിച്ച് കുടിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മീശയിലേക്ക് കള്ളിങ്ങനെ ചേർത്ത് വെക്കും. എന്നാൽ അതിലിങ്ങനെ അതൊന്ന് നക്കി അവർ ആസ്വാദനം എടുക്കുമായിരുന്നു. ആ ഒരു ജനതയിലേക്ക് ആയത്തിങ്ങനെ ഇറങ്ങുകയാണ്. ഫഹൽ അന്തും മുൻതഹൂൻ, മദ്യത്തിൽ നിന്ന് വിരമിക്കാനായില്ലേ? ഇൻതഹൈനായ റസൂലല്ലാ, അള്ളാൻ റസൂലെ ഞങ്ങൾ വിരമിച്ചു. പലിശയുടെ ആയത്തിങ്ങനെ ഇറങ്ങാണ്, പലിശ എന്നവരിങ്ങനെ വിരമിക്കുകയാണ്. വ്യഭിചാരത്തിൻ്റെ ആയത്തിറങ്ങാണ്, വ്യഭിചാരത്തിൽ നിന്ന് അവർ വിരമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ, ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ അബ്ദുല്ലാഹിബിൻ റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ കരയാണ്. അപ്പോൾ ഭാര്യ വന്നിട്ട് ഭാര്യ ഒപ്പം കരയാൻ കൂടി. എന്നിട്ട് ഭാര്യ ചോദിക്കുകയാണ്, എന്തിനാ ഞങ്ങൾ കരയണ്? അപ്പം അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ ആയത്ത് നീ കേട്ടില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വ ഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ലിയ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ. സൂറത്തു മറിയമിൽ അല്ലാഹ് പറഞ്ഞത് നീ കേട്ടില്ലേ? വ ഇമ്മിൻകും ഇല്ലാ വാരിദുഹാ, നരകത്തിന്റെ അരികിലേക്ക് എത്താത്തവരായി നിങ്ങളിൽ ആരും തന്നെയില്ല. ഞാനും നീയും എല്ലാവരും നരകത്തിന്റെ അരികിലേക്ക് എത്തും. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ലിയ, അത് റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. നരകത്തിന്റെ അരികിലേക്ക് എത്തുന്നവരിൽ ഞാനും നീയും ഉണ്ടാകും. പിന്നെന്താ അല്ലാഹ് പറഞ്ഞ്? സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, പിന്നീട് തഖ്വ പാലിച്ചവരെ അള്ളാഹു അതിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരും. വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ, അക്രമികളെ മുട്ടുകുത്തുന്നവരായി അതിലേക്ക് വിട്ടേക്കുകയും ചെയ്യും. ആ രക്ഷപ്പെട്ടു പോരുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നീയും ഉണ്ടാകുമോ എന്ന് ചോദിച്ച് കരയുന്ന അബ്ദുല്ലാഹിബ്ൻ റവാഹ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവർ, അവരുടെ ജീവിതത്തിലേക്ക് ഖുർആന്റെ ആശയങ്ങൾ സ്വാധീനം ചെലുത്തിയിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി ഫഅൻദർതുകും നാറൻ തറല്ലാ, നമസ്കാരത്തിൽ ആയത്തോതി അദ്ദേഹം കരയാണ്. കരച്ചിൽ നിർത്തി പിന്നെ ആയത്തോതും ഫഅൻദർതുകും നാറൻ തറല്ലാ, വീണ്ടും അദ്ദേഹം കരയും, വീണ്ടും അദ്ദേഹം ആയത്തോതും. അടുത്ത ആയത്തോതാൻ സാധിക്കാതെ മറ്റൊരു സൂറത്തോതി അദ്ദേഹം നമസ്കാരം അവസാനിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പള്ളിയിലിരുന്ന് ഒരു സംസാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ശബ്ദമുയർത്തി സംസാരിച്ചു. 7ാം ആകാശത്ത് നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയത്തുമായി വന്നു. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, പ്രവാചകനേക്കാൾ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത്. അൻതഹ്ബത അഅമാലകും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകും, അമലുകൾ ബാത്തിലാകും. ആ ആയത്തിറങ്ങിയതിന് ശേഷം ചരിത്രത്തിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹു വളരെ പതുക്കെയായിരുന്നു സംസാരിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും മദീന പള്ളിയിൽ ശബ്ദമുയർത്തുവാൻ ഉമർ റളിയല്ലാഹു അൻഹു അനുവദിച്ചിട്ടില്ല. ഒരിക്കലും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ 2 ആൾക്കാർ ത്വായിഫിൽ നിന്ന് മദീന പള്ളി കാണാൻ വേണ്ടി വന്നതാണ്. അവർ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഉറക്കങ്ങനെ സംസാരിക്കുകയാണ്.
ഉമർ റളിയല്ലാഹു അൻഹു അടുത്തുള്ള സ്വഹാബിനെ കാലുകൊണ്ട് തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഓലെ രണ്ടുപേരും ഇങ്ങോട്ട് വിളിക്ക്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ് ആ സമയത്ത്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടുകാരാണോ? അല്ല ഉമർ, ഞങ്ങൾ ത്വായിഫുകാരാണ്, ഞങ്ങൾ മദീനന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നുവെങ്കിൽ മദീന പള്ളിയിൽ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ, പ്രവാചകന്റെ മസ്ജിദിൽ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ ഉമറിന്റെ ചാട്ടവാർ നിങ്ങളുടെ മുതുകിൽ വീഴുമായിരുന്നു എന്ന് പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയത്ത് ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലും ആ രൂപത്തിൽ ആയത്തുകൾ സ്വാധീനം ചെലുത്തണം. ഖുർആന്റെ പ്രാർത്ഥനകൾ നമുക്കറിയോ? ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥന പറയുന്നുണ്ട്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, എത്ര പ്രാർത്ഥനകളാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ, റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാർ. വാർദ്ധക്യത്തിലെത്തി, അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തി, മുടിയെല്ലാം നര കൊണ്ട് കത്തുന്ന സമയത്ത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ, ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വഷ്തഅല റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. റബ്ബി, നിന്നോടുള്ള പ്രാർത്ഥനയിൽ ദൗർഭാഗ്യമാണല്ലോ. പ്രിയമുള്ളവർ, ഇതൊക്കെ നമ്മൾ പഠിക്കണം, പ്രാവർത്തികമാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ലേ, ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട്. അള്ളാഹ്ക്ക് ചില കുടുംബക്കാർ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് അത്രേ. സ്വഹാബത്ത് ചോദിച്ചു, റസൂൽ അതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്. ഹും അഹ്ലുല്ലാ, അവർ അള്ളാഹുവിന്റെ ആളുകളാണ്. വഖാസത്തുഹു, അവർ അള്ളാഹുവിന്റെ സ്പെഷ്യൽ ടീമാണ്, അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാണ്. ഖുർആന്റെ ആളുകളാകണമെങ്കിൽ ഖുർആനോടുള്ള ബാധ്യതകൾ നമ്മൾ നിറവേറ്റണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഖുർആനോടുള്ള ബാധ്യതകൾ നിറവേറ്റി ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുവാനും ഖുർആൻ ആയത്തുകൾ ഹിഫ്ലാക്കുവാനും അതിൻ്റെ ആശയങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നോൽക്കുന്ന നോമ്പുകളും നമ്മുടെ ഖുർആൻ പാരായണങ്ങളും നമ്മുടെ നമസ്കാരങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനിന്റെ മാസം എന്ന വിഷയമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അതിൽ ആദ്യത്തെ ചോദ്യം സ്ത്രീകളോടാണ്.